അവസാനം നല്ല ടിസ്റ്റൊക്കെ ഇട്ട് തമാശയായിട്ട് പോയിട്ടുണ്ട്. നല്ല പടം, കുഴപ്പമില്ല കേട്ടോ. മൊത്തത്തില് കുഴപ്പമില്ല. നല്ലൊരു ആദ്യമൊക്കെ ഒരു സീരിയസ് ആയിട്ട് പടം വന്നു. പക്ഷേ അവസാനം നല്ല ടിസ്റ്റും നല്ലൊരു കോമഡിയൊക്കെ ആയിട്ട് നല്ലതായിട്ട് പടം തീർത്തിട്ടുണ്ട്. നിഖില നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാവരും നല്ല പിഷാരണി, നമ്മുടെ അജു റീസ് എല്ലാവരും ദുഃഖരായിട്ടുണ്ട്. കുഴപ്പമില്ല, നൈസ് മൂവി. ഒരു രസമുണ്ട്, കാണാൻ നല്ല രസമുണ്ട് പടം. ആദ്യം ഒരു ഇച്ചിരി ഇതായിട്ട് തോന്നിയായിരുന്നു, ഒരു സീരിയസ് പടമായിട്ട് തോന്നിയായിരുന്നു. പക്ഷേ അവസാനമായപ്പോഴത്തേക്ക് നല്ല കോമഡിയൊക്കെ ആയിട്ട് നല്ലൊരു ടിസ്റ്റ് വന്ന് പടം തീർന്നിട്ടുണ്ട്. കുഴപ്പമില്ല, അവസാനം നല്ലതായിട്ട് അവസാനം തീർക്കുന്നത്. ഡിഫറെൻ്റ് ആണ്. പിന്നെ 2 hours ഉള്ളൂ, പെട്ടെന്ന് പോയി. ബാക്കിലോട്ടാൻ കുറച്ച് വൈകിയെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇവിടെ സൂപ്പറാണ്. മലയാളത്തിൽ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു യുവനർ കോമഡി ഫിലിമുകളുടെ തിരിച്ചുവരവാണ്. ക്ലൈമാക്സ് ഞെട്ടി എന്ന് വെച്ചാൽ ആ ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റായിരുന്നു. അതൊരു ഗംഭീരമായിട്ട് ചിരിച്ചതാ എന്തിയാവള് ചിരിച്ച് നടക്കുന്നുണ്ടായിരുന്നു. കാരണം ഗംഭീരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആശംസകൾ. ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഫുള്ളി എന്റർടൈൻമെന്റ് പാക്കേജ്. ഞാൻ പോലും പ്രതീക്ഷിക്കാം. ഒരുപാട് ചിരിച്ചോ? ചിരിയൊന്നുമല്ല, നമ്മൾ ഭയങ്കരമായിട്ട് എന്താ പറയാ, നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ലെവലിലേക്കാണ് പടം. ലാസ്റ്റ് ഭയങ്കര ഇഷ്ടമായി. കംപ്ലീറ്റ് പാക്കേജാണ്. ത്രില്ലർ മൂഡി പറഞ്ഞിട്ട് ഒരു ഫണ്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്കൊരു കംപ്ലീറ്റ് ഒരു ഫീൽ ഗുഡ് എന്ന് പറയാൻ പറ്റില്ല, എന്താ പറയുക, ഒരു കംപ്ലീറ്റ് ഒരു കൊമേഴ്ഷ്യൽ പാക്കേജാണ് പടം. നല്ല രസമായിട്ട് നമുക്ക് കണ്ടിരിക്കാം. പടം പെട്ടെന്ന് തീരുന്ന പടമാണ്. സോ അധികം ലാഗൊന്നുമില്ല. നല്ലൊരു സ്ക്രീൻ പ്ലേ ആണ്, നല്ല ഡയറക്ഷനാണ്, എല്ലാം കൊണ്ട് അടിപൊളിയാണ്. പെർഫോമൻസ് ബേസ് ആണെങ്കിൽ ഒരു ആക്ടറിനെ സംബന്ധിച്ച് അവരെല്ലാം അഭിനയിക്കുന്ന ആക്ടേഴ്സ് കൺവിൻസിംഗ് ആയിട്ട് ആ റോൾ ചെയ്യുക എന്നുള്ളതാണ് ആ സിനിമയുടെ വിജയം. സോ എല്ലാവരും ആ കൺവിൻസിംഗ് ആയിട്ട് ആ റോൾ ചെയ്തു. അതുകൊണ്ടാണ് പടം ഈ വിജയം കൈവരിച്ചത്. സമയത്തും അടിപൊളിയായിരുന്നു, മൂവി കണ്ടപ്പോഴും അടിപൊളിയായിരുന്നു. ഞാൻ ഓഡിയൻസിൻ്റെ റിയാക്ഷനാണ് ശ്രദ്ധിച്ചത്. എപ്പോഴും നമുക്ക് മനസ്സിലാവും പരീക്ഷ എഴുതുന്ന പോലുള്ള ഒരു ഫീലാണല്ലോ. ആദ്യമായിട്ടല്ലേ പോലീസ് ചെയ്യുന്നത്? ആദ്യമായിട്ടാണ് പോലീസ് ഓക്കെ അല്ലേ? പോലീസുകാർക്ക് ഇത് പോലീസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യാമല്ലോ അല്ലേ? നന്നായിട്ടുണ്ട്. താങ്ക് യു. അപ്പോൾ ഷൂട്ട് നല്ല രസമായിരുന്നു. അതുപോലെ തന്നെ മൂവിയിൽ അതുപോലെ വന്നിട്ടുണ്ട്. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു നമ്മളിങ്ങനത്തെ സബ്ജക്റ്റ് കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ അതൊരു റിയൽ സബ്ജക്റ്റ് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കാനൊരു റിയൽ സംഭവമാണ്. അപ്പം എന്തായാലും ആ ഒരു റോളർ കോസ്റ്റർ റൈഡിലൂടെ നമുക്ക് പോവാം. കാണാൻ പോകുന്ന പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? കാണുക, വിലയിരുത്തുക. ഒരു കുഞ്ഞു പടമാണ്, പക്ഷേ നമ്മൾ എവിടെയൊക്കെയോ കേട്ടിട്ടുള്ള കുറേ ന്യൂസ്. പിന്നെ വളരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആരെങ്കിലും വന്ന് തിരിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ വീഴരുത്. കേൾക്കുന്ന സന്തോഷം അങ്ങനെ തന്നെയാണ്.